പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല,
പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, ബന്ധം, അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈങ് ആയിട്ടുള്ള പ്രക്രിയയാണ്. വെച്ചാൽ അത് തീവ്രതയിലേക്കാണ് അത് പോകേണ്ടത്. സ്വാഭാവികമായ ചലനം, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിരം നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല. ഇതിന് സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ്. സുഭാഷിതങ്ങൾ 4:18. സൂര്യൻ മധ്യാഹ്നത്തിൽ, അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാഹ്നത്തിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതീകാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ. അപ്പൊ നീതിമാന്മാരുടെ പാത എന്ന് പറയുമ്പോൾ നീതിമാന്മാർ ജീവിക്കണേ എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എങ്ങനെയാണത്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. റോമ 1:17 തിരുവചനമുണ്ട്. റോമ 1:17. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആള്, വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സുഭാഷിതം 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത, അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവാന്നത്തിലെ, അതായത് മോർണിംഗ് ടൈം വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അധ്യായനത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത്. അപ്പം വിശ്വാസത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയണത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ വരേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വരണത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കുന്നത്. വിശ്വാസം വിശ്വാസം തളരുമ്പോൾ പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റോമർ 1:16 വായിച്ചേ. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
അപ്പം അതിൻ്റെ കാരണം വിശ്വാസം ദൈവശക്തിയാകുന്നതിൻ്റെ കാരണം വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തിൻ്റെ മിനറൽസ് വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത്. റോമ 10:17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസത്തിലൊരു തളർച്ച വന്നാൽ സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസത്തിന് വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെയാണോ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്, അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ്? കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായത്. പിന്നെ എന്താണ്? ചുമ്മാ കേൾവിയല്ല. റോമ 10:17 പറയണത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്. അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല. വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല. ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല, പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ? അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ലേ. ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ, ഇന്ന ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയവാദങ്ങളല്ല സംഭവം. സുവിശേഷത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ്. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി പിതാവ് അയച്ച ബലിവസ്തുവാണ്. അവൻ്റെ ബലിയിൽ പ്രസാദിച്ച പിതാവ് നമുക്ക് രക്ഷ പുനർജീവിപ്പിക്കപ്പെട്ടു, നഷ്ടപ്പെട്ട രക്ഷ തിരികെ നൽകി. അതാണ് ദൈവവരപ്രസാദം. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് നൽകണത് എന്താണ്? രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. പള്ളികളിലെ വിശ്വാസം എന്ന് പറയുന്നത് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് ആണ്, ഇരുട്ടിലേക്ക് എടുത്തു ചാട്ടമാണ്. എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ്. പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ്? എബ്രാഹം വിശ്വസിച്ചത് എന്ത്, പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത്? ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും, റിഡംപ്റ്റീവ് ഫെയ്ത്ത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത്. എന്താണ്? വിശ്വാസം കേൾവിയെന്നും കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായാൽ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതത്തെ സമീപിക്കാൻ. പേര് ഷിയാൻ. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2018 ആദ്യമായി ഇവിടെ വന്നത് എനിക്ക് പഠന തടസ്സം ഉണ്ടായിരുന്നു. അതുമൂലമായിരുന്നു ഞാനിവിടെ വന്നത്. ഈ ആദ്യമായിട്ട് ഇവിടെ കേട്ടറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞതും പെട്ടെന്ന് ഉടമ്പടി എടുത്തതും. ഉടമ്പടി എടുത്തതിനെ തുടർന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് ആസ്മ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ രണ്ടാം ദിവസം തന്നെ എനിക്ക് ആസ്മ എന്നുള്ള അസുഖം വിട്ടുമാറി. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ +2 പരീക്ഷ തോറ്റിരുന്നു. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പാസ്സായി, ഞാൻ മാത്രമാണ് തോറ്റത്. 1 മണിക്കൂർ എടുത്താൽ പോലും എനിക്ക് ഒരു വരി പോലും ഓർത്ത് വെക്കാനുള്ളൊരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. സപ്ലി പരീക്ഷ എഴുതി എനിക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് പരീക്ഷ എഴുതിയത്. ഉടമ്പടി തൈലം നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. എനിക്ക് അതിൽ ഞാൻ എന്താണോ അതിൽ 5 മിനിറ്റ് മുമ്പ് ആ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ കുരിശ് വരച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് 5 മിനിറ്റുള്ളപ്പോൾ മുമ്പ് പെട്ടെന്ന് എനിക്ക് എന്തോ പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻസ് നോക്കാൻ തോന്നി.
അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ഞാൻ വന്നതും, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയതും. എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകുകയും ചെയ്തു. അതുപോലെ എനിക്ക് കോളേജിൽ ലേറ്റാണ് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ഓൾറെഡി സപ്ലൈ എഴുതിയതുകൊണ്ട് ലേറ്റായാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയും നല്ല മാർക്കോട് കൂടി പാസ്സാവണമെന്നും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് ഒറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് നല്ല മാർക്കോടി മറ്റുള്ള കുട്ടികൾക്ക് സംശയം തോന്നിയാൽ അത് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. മാതാവ് എനിക്ക് തന്നു. നല്ല കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചു. എനിക്ക് ഒരു വിഷയത്തിന് പോലും അതിനുശേഷം ഞാൻ തോറ്റിട്ടില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഉപവാസം കറക്റ്റായി എടുക്കുകയും ബൈബിള് വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമായിരുന്നു. എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാനിപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. സാക്ഷ്യം ഞാൻ ഒരുപാട് വൈകിട്ടാണ് പറയുന്നത്. 2018 ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ അന്ന് സാധിച്ചില്ല, കൊറോണ സമയമെല്ലാം ആയിട്ട്. ഞാനിപ്പോഴാണ് ദുബായിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാതാവിനോട് ക്ഷമയും ചോദിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ പ്രാർത്ഥനകളിൽ ധ്യാനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഉപവാസം എന്നുള്ളത് ഇപ്പം രാവിലെ തൊട്ട് രാത്രി വരെയും ഞാൻ ഉപവസിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എല്ലാ ആഴ്ചയിലും ആഹാരം വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നിയോഗങ്ങൾ വെച്ചതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളാണ് തന്നത്. എനിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുകയും കുറച്ചും കൂടി ജീവിതം എന്താണെന്നും മാതാവ് എന്താണ്, കർത്താവിൻ്റെ അനുഗ്രഹം എന്താണെന്നും മനസ്സിലായതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ മുൻപും പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് വളരെ വലിയൊരു അത്ഭുതമാണ് എനിക്ക് ഉണ്ടായത്. രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാനും എപ്പോഴും ജപമാല ചൊല്ലുവാനുമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നതും. ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന എല്ലാ സമയവും മാതാവ് എന്നെ കൈവിടത്തില്ല. എൻ്റെ ഈശോയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മാതാവിന് 1000 നന്ദി, ഈശോയ്ക്കും 1000 നന്ദി. 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഷിയാൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഏറെ തളർച്ചയിലും ക്ലേശത്തിലുമാണ് മകൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. മകൾ പറഞ്ഞു, ഉടമ്പടി എടുത്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ വർഷങ്ങളായി മകളെ ക്ലേശിപ്പിച്ചിരുന്ന ആസ്മ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നൽകി. പിന്നീട് നാളിതുവരെയും അതിൻ്റെ പ്രയാസങ്ങളുടെ ഒരിക്കൽ പോലും പോകേണ്ടി വന്നിട്ടില്ല. മറ്റൊന്ന്, മകൾക്ക് മറ്റുള്ളവർക്കിടയിലുണ്ടായിരുന്ന ഒരു അപമാനം, ഒരു അഭിമാനക്ഷതത്തിൻ്റെ വിഷയമായിരുന്നു. മകൾ മാത്രം +2 തോറ്റുപോയത്. ബാക്കി എല്ലാവരും വിജയിച്ച് മുന്നേറിയപ്പോൾ അത് മകൾ പറഞ്ഞു, 1 മണിക്കൂർ പഠിച്ചാൽ പോലും ഒരു വരി ഓർമ്മയിൽ നിൽക്കാത്ത വിധം എൻ്റെ പഠിക്കുവാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. അത് അമ്മയുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പുള്ളിൽ സേവിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ അമ്മ എന്നെ സഹായിക്കണമെന്ന് എളിമയോടെ ശരണപ്പെട്ട് മകൾ ജീവിതത്തെ കൊടുത്ത് പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഏതൊക്കെയാണോ പരീക്ഷയ്ക്ക് വേണ്ടി വരിക ആ വരുന്നതൊക്കെയും ആ തക്ക സമയത്ത് പഠിച്ചെടുക്കുവാനും നന്നായി പരീക്ഷ എഴുതുവാനും വിജയിക്കുവാനും തുടർ പഠനത്തിൽ മുന്നോട്ട് പോകുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്ക വിധത്തിൽ തൻ്റെ അറിവിൻ്റെ മേഖലകളെ അമ്മ മാതാവ് വികസിപ്പിച്ചു തന്നു. കൂടുതൽ നന്നായി പഠിക്കുവാനും വളരുവാനുമുള്ള സാഹചര്യങ്ങൾ അമ്മ ഒരുക്കി തന്നു. വിദേശത്തേക്ക് എത്തുവാനും ജോലിയെടുക്കുവാനും പറ്റുന്ന പ്രാപ്തിയിലേക്ക് അമ്മ മാതാവ് തന്നെ നയിച്ചു വന്ന നമ്മൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന ആദ്യ അവസരത്തിൽ തന്നെ ജോസഫ് അച്ഛൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ആപ്തവാക്യമാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗാഡ്. അമ്മയുടെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും, നിങ്ങൾ കാണുന്ന മുരടിച്ചുവെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും
മുളപ്പിച്ചു തരുവാൻ ദൈവത്തിന് കൃപയുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ, എളിമയിൽ ക്രമീകരിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, വിശ്വസ്തതയിൽ ജീവിക്കുവാൻ, കൂദാശകളിൽ നിരന്തരം അഭിവൃദ്ധിപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവഹിതപ്രകാരം തയ്യാറാക്കുവാൻ നമ്മൾ സന്നദ്ധരായാൽ അമ്മ മാതാവും ഈശോയും നാം നമ്മളിൽ കാണുന്ന കുറവുകളെ അതിജീവിക്കുവാൻ തക്കവിധം ദൈവകൃപയാൽ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. മകൾ അതാണ് അൾത്താരയിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടവളായി അമ്മയുടെ അരികിലെത്തി. ഇന്ന് അമ്മ ശിരസ്സുയർത്തി നിൽക്കുവാൻ പറ്റുന്നവളായി എന്നെ സമൂഹത്തിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ രോഗിണിയായി അമ്മയുടെ അരികിലെത്തി. ഇന്ന് അമ്മ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യങ്ങളിലേക്ക് എന്നെ വഴി നടത്തി വളർത്തിയിരിക്കുന്നു. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നുവെന്ന്, മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന്, പഠന മികവിന്, ജീവിത ഉയർച്ചയ്ക്ക് അമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക്. എൻ്റെ പേര് മിഞ്ചു, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ കരുകുന്നത്തു നിന്നാണ് വരുന്നത്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷിയായിട്ടാണ് ഈ അൾത്താരയുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. 3.5 വർഷത്തോളമായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. 3 പ്രാവശ്യം ഞാൻ കൺസീവായി. 3 പ്രാവശ്യവും അറൗണ്ട് 12 വീക്കൊക്കെ ആയപ്പോഴത്തേക്കും മിസ്കാരേജ് ആവുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടൊരു കൺസീവ് ആകുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് UK-യിലാണ്. അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു മെഡിസിൻ എടുക്കേണ്ട കാര്യവുമില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി കൺസീവ് ആകുവാണെങ്കിൽ എന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവരൊരു പ്രൊജസ്ട്രോൺ, ഒരു ഹോർമോൺ മെഡിസിൻ ഒരു 16 വീക്കിലേക്ക് തരാം, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ കൺസീവ് ആകുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ വന്നും ഞാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തു. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് മിസ്കാരേജ് ആകുന്നത് എന്നുള്ള റീസൺ അവർക്കറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ 2024 നവംബർ മാസം എൻ്റെ അമ്മ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ അവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നെക്സ്റ്റ് മാസം ഡിസംബർ മാസം ഞാൻ കൺസീവ് ആവുകയുണ്ടായി. അതിനു മുമ്പായിട്ട്, ഞാൻ കൺസീവ് ആകുന്നു എന്നറിയുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നു. നിങ്ങളുടെ മെഡിസിൻ റെഡി ആയിട്ടുണ്ട്, വന്ന് മേടിച്ചോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തിട്ടുമില്ലായിരുന്നു. ആദ്യം അവരെന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്കൊരു മെഡിസിൻ തരും, അതെടുത്ത് നോക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇൻഫോം ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ കൺസീവ് ആകുന്നു എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോഡ് വരികയും എന്നോട് ആ മെഡിസിൻ നിങ്ങളുടെ റെഡി ആയിട്ടുണ്ട്, വന്ന് മേടിച്ചോളൂ എന്നുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, ഞാനതിന് പ്രഗ്നൻ്റ് അല്ലല്ലോ, ഇപ്പം എന്തിനാ പോലും എനിക്ക് മെഡിസിൻ അവർ ഇപ്പം തന്നത് എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എനിവേ ഞാൻ അത് പോയി കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുകയും ഞാൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ പോസിറ്റീവാണെന്നറിഞ്ഞത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാനിങ് ചെയ്തു, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമേ എന്നായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കൊരു ബ്ലീഡിങ് ഉണ്ടായി, പക്ഷേ കൺസൾട്ട് ചെയ്തു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ 2025 ഓഗസ്റ്റ് 21 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഓഗസ്റ്റ് 22 മാതാവിൻ്റെ ദിവസമായ ഓഗസ്റ്റ് 22 എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇവളാണ് ഞങ്ങൾക്ക് മാതാവ് തന്ന കുഞ്ഞ്. ഇവളുടെ പേര് റുവ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹവും കൂടി മാതാവ് എനിക്ക് തന്നു. ഞാൻ UK-യിൽ കെയർ വിസയ്ക്കാണ് പോയിരുന്നത്. അവിടെ ചെന്ന് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു അവിടുത്തെ ഡ്യൂട്ടി. അപ്പം എന്നും ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അവിടെ നിന്നൊന്ന് മാറ്റം കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മാറുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാരണം നല്ലൊരു പൈസ മുടക്കിയാണ് നമ്മൾ അവിടെ ചെന്നത്. അപ്പം വേറെ ഒരു സ്ഥലത്ത് വിസ കിട്ടുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ പൈസ മുടക്കാൻ നമുക്ക് അത്ര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഉറക്കം പോലും ശരിയാകത്തില്ലായിരുന്നു. 4 ദിവസത്തോളം ഞാൻ ഫുഡ് പോലും കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് എനിക്കതുപോലെ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, എനിക്ക് അവിടുന്ന് ഡ്യൂട്ടി ഒന്ന് മാറ്റിക്കിട്ടണമെന്ന് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോം ക്ലോസ് ചെയ്യാൻ പോകാമെന്നറിഞ്ഞു.
എല്ലാവർക്കും ഒരാശങ്കയുണ്ടായി. എല്ലാവരും ഇനി എവിടെ പോകും, വേറെ വിസ കിട്ടുമോ എന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ എനിക്ക് മാത്രം യാതൊരു പേടിയോ യാതൊരു ആശങ്കയോ ഇല്ലായിരുന്നു. എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവാണ് എനിക്കൊരു വഴി കാണിച്ചു തരില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ അത് ക്ലോസ് ആയി. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നില്ല. അടുത്ത നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഏജൻസി ഡ്യൂട്ടി ലഭിച്ചു. അതും ഒരുപാട് അകലെയൊന്നും അല്ലാതെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ഏജൻസി ഡ്യൂട്ടി ലഭിച്ചു. അങ്ങനെ ഏജൻസി ഡ്യൂട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ മാനേജർ പറഞ്ഞു, അവിടെ ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഓൾറെഡി വിസ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ മാനേജർ ഫ്രീ ആയിട്ട് വിസ തരികയും എനിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാനിവിടെ ഇൻ്റർനാഷണൽ നേഴ്സാണ്. നേഴ്സായിട്ട് ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് മാനേജർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നീ ഇൻ്റർനാഷണൽ നേഴ്സല്ലേ, നിനക്ക് എന്തുകൊണ്ട് പിൻ നമ്പർ എടുത്തുകൂടാന്ന്. അങ്ങനെ അവിടുത്തെ മാനേജർ പറഞ്ഞതനുസരിച്ച് ഞാൻ CBTയും OSCEയും എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. ഞാൻ CBTക്ക് ഡേറ്റ് എടുത്തു. കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് ഒരക്ഷരം പോലും പഠിക്കാതെയാണ് ഞാൻ CBTക്ക് ഡേറ്റ് എടുത്തത്. ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ CBTക്ക് പോയി എക്സാം എഴുതി. 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ എനിക്ക് കറക്റ്റ് അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു ചെറിയ കാശ് രൂപം ഇവിടുന്ന് ഓൾറെഡി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോയതുണ്ടായിരുന്നു. ആ കാശ് രൂപം വെച്ച് ഞാൻ എനിക്കറിയാവുന്ന ആൻസർ ആയിരിക്കാം എന്ന പ്രതീക്ഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശ് രൂപം തൊട്ട് ഞാൻ ഓരോ ആൻസറും ക്ലിക്ക് ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അതുപോലെ തന്നെ OSCEയും ഞാൻ പാസ്സായി. ഇപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് UK വർക്ക് ചെയ്യുന്നത്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുപോലെ തന്നെ എളുപ്പമുള്ള ബൈബിൾ വചനം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നും മുടങ്ങാതെ ബൈബിൾ വായിച്ചു. അതുപോലെ തന്നെ ഓഫുള്ള ദിവസം കുരിശ് വരച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും മുട്ടിപ്പായി കുരിശ് വരയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതുപോലെ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. 139 സങ്കീർത്തനം 15 തിരുവചനം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. മിഞ്ചു എന്ന ഈ മകളുടെ വളരെ എയർലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇവർ നമ്മോട് പങ്കുവെച്ചത്. 3.5 വർഷം കഴിഞ്ഞിട്ടും, വിവാഹം കഴിഞ്ഞ് 3.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത വലിയൊരു സങ്കടത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് മന്ത് നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഡിസംബറിൽ തന്നെ ഈ മകൾ കൺസീവായി എന്ന ഒരു വലിയ സന്തോഷ വാർത്ത ഇവിടെ ഏറ്റുപറയുകയാണ്. ഒരു നല്ല ഓമന കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉടമ്പടി എടുത്താൽ ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ സങ്കടങ്ങളും നാം എന്തുമാത്രം ആസ്തി ഈശോയ്ക്ക് കൊടുക്കുന്നു, നമ്മുടെ ആധ്യാത്മിക ആസ്തി എന്തുമാത്രമാണോ അതിനേക്കാളധികം ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ മിഞ്ചു ഇവിടെ ഏറ്റുപറഞ്ഞത്. നാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ മിഞ്ചു പറഞ്ഞതുപോലെ എനിക്ക് എന്ത് തന്നെ തകർച്ചകളുണ്ടായാലും ഉടമ്പടിയാണ് എൻ്റെ ഉറപ്പ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ആത്മധൈര്യവും ഒരു ആധ്യാത്മിക മെച്യൂരിറ്റിയും മിഞ്ചുവിനെ ഉണ്ടായി എന്നാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന സ്ട്രെസ് മൂലം ഈ മകൾക്ക് തോന്നി, പ്രാർത്ഥിച്ചു, എനിക്കിവിടെ നിന്നൊരു ട്രാൻസ്ഫർ വേണം. നമുക്കൊരു ഫണ്ണിയായിട്ട് തോന്നാം, ആ ഹോസ്പിറ്റലിൽ തന്നെ അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നു. മറ്റെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഞങ്ങളിനി എവിടെ ജോലി ചെയ്യും, ഞങ്ങളെപ്പോൾ നാട്ടിൽ പോകും, എന്തെല്ലാം സംഭവിക്കും. പക്ഷേ മിഞ്ചുവിന് വളരെ ഉറപ്പായിരുന്നു, പരിശുദ്ധ അമ്മ ഈ മകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മോട് ഒപ്പമുണ്ടാകും. നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമുക്കൊന്നിനും തന്നെ മുട്ടുണ്ടാവുകയില്ല എന്ന ഒരു വലിയ വിശ്വാസദാർഢ്യം ഈ മകൾക്കുണ്ടായി. അടുത്തു തന്നെ ഒരു നല്ല സ്ഥലത്ത് പെർമനൻ്റായി ജോലി ചെയ്യാനും OSCE പാസ്സാകുവാനും എല്ലാ സാധ്യതകളും തുറന്ന് വളരെ സന്തോഷത്തോടുകൂടെ അവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം എന്നീ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം, പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ
ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നൽകുന്നത്, നമ്മുടെ എത്ര തന്നെ സാഹചര്യങ്ങൾ മോശമായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം ചാർത്തി അമ്മ നമുക്ക് നൽകുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും മിഞ്ചുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം. ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സൂര്യ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് രാഹുൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. കുഞ്ഞുങ്ങളില്ലായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ യൂട്യൂബ് വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ 2-3 സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വരണം, പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കെന്തായാലും കൃപാസനത്ത് പോകാം. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. കഴിഞ്ഞ 2024 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയുടെ അനുഗ്രഹത്താൽ പിറ്റേ മാസം ജൂൺ മാസം ഞാൻ പ്രഗ്നൻ്റായി. അത് അമ്മയുടെയും ഈശോൻ്റെയും അമ്മയുടെയും 1000 അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ അമ്മയുടെ കാശ് രൂപം എടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അതിൻ്റെ ഫലമായിട്ട് ഓരോ ചെക്കപ്പിനായാലും ഞാൻ പേടിയോടെ പോകുമ്പോഴും അമ്മയുടെ കാശ് രൂപം ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വമാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. 9 മാസക്കാലം മാതാവ് ഒരു കുഴപ്പമില്ലാതെ എന്നെ പരിചരിച്ച് കൊണ്ടുപോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 9-ാം മാസം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ എനിക്ക് അമ്മ മാതാവ് പ്രസവിക്കാൻ ഭാഗ്യം തന്നു. ഒരു പെൺകുഞ്ഞാണ്, നിതാര എന്നാണ് അവളുടെ പേര്. പിന്നീട് എല്ലാ ദിവസവും പറയുന്ന പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ സന്ധ്യക്കും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭർത്താവിന് ഒരു അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് കാണിച്ചു, ഓയിൻമെൻ്റൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാറ്റം ഉണ്ടായില്ല. കഴിഞ്ഞ നിയോഗത്തിൽ അതേപോലെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാതാവേ, അത് മാറ്റിത്തരണേ. അപ്പോൾ ഞാൻ തൈലമൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സ്കിൻ അലർജി പ്രോബ്ലം പൂർണ്ണമായും മാറിക്കിട്ടി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിരലിൻ്റെ സൈഡ് ഭാഗം ഒരു മാംസം പുറത്തേക്ക് വന്ന നിലയിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഒരാഴ്ചത്തോളം മരുന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു, മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു, നഖം മുഴുവനായി എടുത്ത് കളയണം, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നഖം പിഴുത് മാറ്റാൻ ഒരു പേടിയും ഒരു ഇതുള്ളത് കൊണ്ട് ഞാനത് നിന്നില്ല. ഞാൻ വീട്ടിൽ വന്നു. എല്ലാ ദിവസവും ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മാംസം മുഴുവനായി ഒരാഴ്ച കൊണ്ട് തന്നെ മാറി സാധാരണ നിലയിലേക്ക് എൻ്റെ നഖം വന്നു. ഇതെല്ലാം എൻ്റെ പൊന്നുമാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനിയും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഞാൻ കാത്തിരിക്കുവാണെന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ അമ്മയോട് അടുത്ത് നിൽക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പത്രവിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തിയായിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. സങ്കീർത്തനം 139 13-ാം വചനമാണിത്. നമ്മെ രൂപപ്പെടുത്തിയത് നമ്മുടെ ദൈവമാണ്. നമ്മൾ ഓരോരുത്തരെ യാദൃശ്ചികമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതല്ല. ഓരോ ജീവിതവും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ഈ മക്കളും അതുപോലെ തന്നെയാണ് നമ്മളോട് ഷെയർ ചെയ്തത്. 13 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു. പിന്നീട്
പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മെയ് മാസത്തിലാണ് ഇവർ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത ഉടനടിയാണ് ജൂൺ മാസത്തിലാണ് ഈ മകൾ കൺസീവ് ആകുന്നത്. ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. കാരണം 13 വർഷം വെറും ദിവസങ്ങളല്ല, വർഷങ്ങളാണ്. ഈ വർഷങ്ങളാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വെറും 1 മാസമായിട്ട് ആ സമയ ചുരുക്കത്തിൻ്റെ സമയത്തിൽ അമ്മ ഇവർക്ക് ഒരു കുഞ്ഞിനെ നൽകിയത്. പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത്, ഈ ആലയത്തിൽ വന്ന് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ അറിയുകയും നമ്മെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ല. കുട്ടികളില്ലായിരുന്ന കാലത്ത് ഇവരുടെ കണ്ണുനീര്, പ്രാർത്ഥനകൾ, ഗർഭത്തിൽ ജീവൻ നെയ്യുന്ന ദൈവം ഒരിക്കലും മറന്നിട്ടില്ല ഇവരുടെ കാര്യം. സമയമെടുത്തിരിക്കാം, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഇവരുടെ മേലുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഇവർക്ക് ഒരു വലിയൊരു അനുഗ്രഹം നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചത്. ഈ കുഞ്ഞിനെ നൽകി, കുഞ്ഞിന് നിതാര. പിന്നീടുണ്ടായിരുന്ന 3 വർഷത്തെ അലർജി രോഗമായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളും ഓയിൻമെൻറ്റും മെഡിസിനും ഒക്കെ കഴിച്ചു, പക്ഷെ ഫലമുണ്ടായില്ല. പിന്നീട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രാർത്ഥന ചൊല്ലി, ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൻ്റെ ഒരു വലിയൊരു അലർജി എന്നുള്ള പ്രശ്നം സോൾവ് ആയത്. അതും ഒരു വലിയ രോഗസൗഖ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ നഖത്തിൻ്റെ കാര്യം പറഞ്ഞത്. അതൊരു വലിയ ഫ്ലഷ്, അത് നഖം മുഴുവനായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കുഞ്ഞു ബാവയുമായിട്ട് ആ നഖത്തിൻ്റെ പ്രശ്നത്തിന് പുറകെ പോകാനായിട്ട് സമയമില്ലായിരുന്നു. വീണ്ടും ഈ മക്കൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുമാണ് ഉപയോഗിച്ചത്. ഉപ്പ് വെള്ളത്തിൽ പ്രാർത്ഥന ചൊല്ലി കാല് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മകൾക്ക് ആ വലിയ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടിയത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും നമ്മൾ മുൻപോട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ താമസിച്ചേക്കാം, ചിലപ്പോൾ വൈകിയേക്കാം. വിശ്വാസം നഷ്ടപ്പെടാതെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് ദൈവം നൽകിയ 13 വർഷത്തിന് ശേഷം നൽകിയ ഈ കുഞ്ഞു വാവയ്ക്ക് ഇവരൊരു വർഷങ്ങൾ കാത്തിരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നിരിക്കാം. എങ്കിലും ഇവിടെ വന്നപ്പോഴേ പരിശുദ്ധ അമ്മയാണ് ഈശോയോട് ചെന്ന് പറഞ്ഞത് ഇവർക്ക് മക്കളില്ല എന്ന്. കാനായിലെ വിവാഹ വിരുന്നിൻ്റെ സമയത്ത് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ തന്നെയാണ് ഇവരിവിടെ വന്നപ്പോൾ ഇവരുടെ കാര്യം ഈശോയോട് ചെന്ന് പറഞ്ഞത് ഇവർക്ക് മക്കളില്ല എന്ന്. പരിശുദ്ധ അമ്മ പറഞ്ഞ ഉടനടിയാണ് ഈശോ അവർക്ക് അനുഗ്രഹിച്ചത്, ഒരു കുഞ്ഞിനെ നൽകി. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യവും. കുറേ വർഷങ്ങളുടെ കണക്കുകൾ നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും അമ്മയുടെ അടുത്ത് വരുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് വർഷങ്ങളൊരു കണക്കല്ല. എല്ലാം പെട്ടെന്നാണ്. ഉടമ്പടി ഉടനടി. ഇവരുടെ വിശ്വാസവും ഇവർ പറഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 5:30 ഉടമ്പടി, ഡെയിലി പ്രാർത്ഥന, ഡെയിലി ബ്രെഡ് കേൾക്കണം, പ്രാർത്ഥിക്കണം. ഇതൊന്നും ഒരു ശീലമില്ലാത്ത ഇവർക്ക് ഉടമ്പടി എടുത്ത ഉടനെ അത് ചെയ്യുവാനും അത് ഉടമ്പടിയുടെ നിബന്ധനകളനുസരിച്ച് വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ജീവിച്ചപ്പോഴാണ് ഇവരുടെ മനസ്സറിഞ്ഞ ദൈവം ഇവർക്ക് എല്ലാ അനുഗ്രഹം നൽകി ഇവരുടെ ജീവിതത്തിൽ സന്തോഷപൂരിതമാക്കിയത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. ഈശോ മനുഷ്യപുത്രനെ അവതരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അമ്മയായിരുന്നു. അമ്മയും ഈശോയും നമ്മുടെ മാതാവാണ്. നമ്മുടെ ജീവിതം ദൈവമാണ് രൂപപ്പെടുത്തിയത്. നാം ഓരോരുത്തരും ദൈവം മക്കളാണ്. നമ്മൾ ദൈവത്താൽ നെയ്യപ്പെട്ടവരാണ്. നമുക്കും വിശ്വസിക്കാം, നമ്മെ ദൈവം അറിയുന്നു. സ്നേഹിക്കുന്ന അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നമുക്ക് നയിക്കാം. ഇവർക്ക് ഈ സൂര്യശ്രീധരനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ഏപ്രിൽ ആണ്. എൻ്റെ പേര് പ്രിൻസി ഫ്രാൻസിസ് എന്നാണ്. ഞാൻ വരുന്നത് അരൂർ സെയിൻറ്റ് അഗസ്റ്റിൻ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ഏപ്രിൽ മാസമാണ്. ഒത്തിരി ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് എൻ്റെ ഭർത്താവിന് 1 വർഷത്തോളമായിട്ട് ജോലിയൊന്നും ശരിയാവാതിരിക്കുമായിരുന്നു. വിദേശത്ത് പോകാനായിട്ട് ഒത്തിരി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സെപ്റ്റംബർ മാസം 23-ാം തീയതിക്ക്
ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുത്തു. അതിനുശേഷം ഒരു മാസത്തോളമായിട്ട് ഒരു റിപ്ലൈയും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒക്ടോബറിൽ ജപമാല റാണിയിൽ ഞങ്ങൾ 2 പേരും കൂടെ നിയോഗം വെച്ച് ഞങ്ങൾ റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ നവംബർ 19 ആയപ്പോഴത്തേക്ക് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. നവംബർ 19 ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും ഞാൻ പ്രധാനമായിട്ടും വെച്ച ഒരു നിയോഗം, ഭർത്താവിനൊരു വിദേശത്തേക്ക് പോകാനായിട്ട് അനുഗ്രഹിക്കണേ, നല്ലൊരു ജോലി ലഭിക്കണേ എന്നായിരുന്നു വെച്ചിരുന്നത്. അതിനോടനുബന്ധിച്ച് ഡിസംബർ 13 ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ വിസ പ്രോസസ്സിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു. ജനുവരി 2 ആയപ്പോഴത്തേക്കും നമുക്ക് വിസ 2026 ജനുവരി 2 നമ്മൾക്ക് വിസ കയ്യിൽ കിട്ടി. ഈ ജനുവരി 22 വ്യാഴാഴ്ച 22 പുള്ളി ദുബായിക്ക് പോവുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ 2 പേരും കൂടി കൃപാസനത്തിലെ പേപ്പർ വാങ്ങിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോറിക്ഷ അവിടെ, പിന്നെ അതുപോലെ ഓരോ സ്ഥാപനങ്ങൾ, കടകളിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തിക സഹായവും എല്ലാമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ആത്മീയമായിട്ട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ വണക്കമാസങ്ങൾ, ഞങ്ങൾ 4 വണക്കമാസങ്ങൾ ഞങ്ങൾ മുടങ്ങാതെ ഞങ്ങളുടെ കുടുംബം ഒന്നായിട്ട് ഞങ്ങൾ ചൊല്ലുന്നുണ്ട്. ഈ വലിയ അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എസെക്കിയേൽ 36 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പ്രിൻസി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളി വിദേശത്ത് പോകുവാൻ നടത്തിയ പരിശ്രമങ്ങൾ അത് തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. സഹോദരി സൂചിപ്പിച്ചു, 1 വർഷത്തിലേറെയായി വിദേശത്ത് പോകുവാനുള്ള പരിശ്രമം അത് കാരണങ്ങളറിയാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അമ്മ മാതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി കുടുംബത്തിന് വിസ അനുവദിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള വഴി ശരിയാക്കി കൊടുക്കുന്നു, വഴി തുറന്നു കൊടുക്കുന്നു. ഉടമ്പടി നമുക്കൊരു പുതിയ ജീവിതം തരുന്ന ദൈവിക പദ്ധതിയാണ്. നാം ജീവിച്ചതുപോലെ അല്ല ജീവിക്കേണ്ടതെന്ന്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ജീവിതം നയിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഉടമ്പടിയുടെ ജീവിതം. നാം അനുരഞ്ജനത്തോടെ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരികയും ക്ഷമ കൊടുത്തും ക്ഷമ ചോദിച്ചും അനുതാപത്തോടുകൂടി ദൈവമുഖത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണുന്നത്. പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ സന്ദേശം ദുരന്തം വരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഏതൊരു ജീവിത ദുരന്തത്തെയും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് കാനായിൽ അടയാളം പ്രവർത്തിച്ച് ആ കുടുംബത്തിന് സന്തോഷവും പ്രതീക്ഷയും പകർന്നതുപോലെ നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ, ദൈന്യതകളിൽ അമ്മ കൂടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്ന് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന് ഉടമ്പടി ജീവിതം നമ്മളെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ എത്ര കണ്ട് നമ്മൾ എളിമപ്പെട്ട് വിശ്വാസത്തോടെ ജീവിക്കുവാൻ സന്നദ്ധരാകുന്നുവോ അത് നമ്മുടെ ജീവിതത്തെ ഭദ്രതയുള്ളതും മേന്മയുള്ളതും മേൽഗതിയുള്ളതുമാക്കി മാറ്റുന്നത് അനുഭവിക്കുവാനാവും. കണ്ണീരോടുകൂടിയാണ് വരുന്നതെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെട്ട മനസ്സോടുകൂടി ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, തകർന്ന് തരിപ്പണമായി പ്രതീക്ഷ കാണാതെ ജീവിതവുമായാണ് വരുന്നതെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുമെന്ന പ്രത്യാശയോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഭിന്നിപ്പോയ കുടുംബ ബന്ധവുമായിട്ടാണ് അമ്മയുടെ അരികിൽ എത്തുന്നതെങ്കിൽ എത്ര കണ്ട് എത്ര പേർ എത്ര ഇടത്തു നിന്നുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കുവാൻ നോക്കിയാലും അമ്മയ്ക്ക് തിരുക്കുമാരനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിപ്പിക്കുവാനുള്ള വഴി തുറക്കുവാനാകുമെന്ന് വിശ്വാസത്തിന് കണ്ടുകൊണ്ട് സാഹചര്യം മുഴുവൻ എതിരി നിൽക്കുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ നിയോഗം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ
പുതിയ ഹൃദയമുള്ള മനുഷ്യരുടെ ജീവിതം ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന് കാരണമാകുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ കുടുംബം പറയുന്നത്. മുന്നോട്ടുള്ള ഗതി വല്ലാതെ വഴിമുട്ടുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയുടെ പ്രത്യാശയുടെ ശരണം വെച്ച് ഉടമ്പടിയുടെ സമയച്ചുരുക്കത്തിൽ ശരണം വെച്ചുകൊണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കുടുംബം എങ്ങനെ സുരക്ഷിതമായി ഒരു മേൽഗതിയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും വിധം ജീവിത പങ്കാളിക്ക് ജോലി കിട്ടിയെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സങ്കടമെന്തോ, കണ്ണീരെന്തോ, ഇപ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധി എന്തോ, അതിൻ്റെ പരിഹാരം യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. അമ്മയുടെ കരം പിടിച്ചാൽ നമുക്കത് സമയച്ചുരുക്കത്തിൽ അനുവദിച്ച് കിട്ടും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി എന്നെ ഇവിടെ കൊണ്ടുവന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ. ഇത് എൻ്റെ ഭർത്താവ് സേവിയർ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്നാണ്. എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായി പരിചയപ്പെടുത്തത് നെയ്യാറ്റിൻകരയുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഒരു കൃപാസന പത്രം എൻ്റെ കയ്യിൽ വച്ച് തന്നു സെപ്റ്റംബർ മാസം. അപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കാൻ. ആ പത്രം വായിച്ച് അതിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും തോന്നി ഇവിടെ വന്ന് എനിക്കും ഒരു സാക്ഷിയാകണമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബർ 11 2025 ഒക്ടോബർ 11 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി വെളുപ്പിന് 5:00 തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തന്നെ മാതാവിൻ്റെ കൃപാസന അമ്മ മാതാവിൻ്റെ രൂപം തിരി ഉരുകി വന്ന് അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അത് കണ്ടിട്ടും എൻ്റെ ജീവിത പങ്കാളി അത് വിശ്വസിച്ചില്ല. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വിശ്വാസമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. എന്നിട്ട് ഒക്ടോബർ 25 ജപമാല റാലിയുടെ അന്നും നല്ല രീതിയിൽ മദ്യപിച്ചു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ സഞ്ചാരി അമ്മേ, ഞാൻ എന്തിനാണ് അവിടെ വന്ന് ഉടമ്പടി എടുത്തത്? എന്നെ ഇത്രയും സങ്കടപ്പെടുത്താനാണെങ്കിൽ എന്തിനാണ് എൻ്റെ അമ്മ അവിടെ എന്നെ കൊണ്ടുവന്നത്? എന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടേ? എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചു? അമ്മയുടെ മകന് എങ്ങനെ സംരക്ഷണം നൽകുന്നുവോ അതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന് കരഞ്ഞ് അമ്മയോട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച 1ാമത്തെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വീട്ടിലെ പ്ലാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു മേശയിട്ട് സ്റ്റൂളയിട്ട് അതിമേൽ കയറിയപ്പോൾ സ്റ്റൂള് സ്ലിപ്പായി അത്ര ഹൈറ്റിൽ നിന്ന് താഴെ വന്ന് വീണ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് നിന്ന് യൂറിൻ വരേണ്ടതിന് പകരം രക്തമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴും എന്നോട് വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നു, യൂറിൻ പോകേണ്ടതിന് പകരം എനിക്ക് വരുന്നത് രക്തമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഞായറാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ തിങ്കളാഴ്ച പോകാം. അപ്പോൾ പോയി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, നമുക്ക് സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. നോക്കി ടെസ്റ്റ് ചെയ്ത് കുറേ ടെസ്റ്റുകളെല്ലാം നടത്തി, ഒരു കുഴപ്പമില്ല. 3-4 ആഴ്ചയായിട്ടും ആ മൂത്രം ഒഴിക്കുന്നിടത്ത് 2 ബോളും നീര് കെട്ടി വീർത്ത് നല്ലോണം വലിപ്പത്തിലായി. പിന്നീട് ഒരു 3.5 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പഴുക്കുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്തെന്ന് വെച്ചാൽ, മാതാവേ അത് കത്തി വയ്ക്കാൻ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞ് മുട്ടിപ്പായി ഞാൻ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചു. പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പഴുത്ത് അത് 3.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷന് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോക്കാർ കാണാൻ വന്നപ്പോൾ ഒരു 5000 രൂപയും കൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നു. ആ 5000 രൂപയും കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നമുക്കിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഇത്രയും ദിവസം ഇവിടെ കാണിച്ചു തന്നതിന് ഒരുപാട് സാമ്പത്തികം
ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ഉണ്ട്, നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. എനിക്കെന്തോ ഒരു ധൈര്യം അപ്പോൾ വന്നതുപോലെ മാതാവ് എൻ്റെ കൂടെ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബില്ല് വന്നത് 36,000 രൂപ. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഈ 5,000 രൂപയും കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ ഒരു ചാപ്പലുണ്ട്, നിത്യാരാധന. അവിടെ കയറി മാതാവിനോടും യേശുവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു വിളിച്ചപേക്ഷിച്ചു, എൻ്റെ യേശുവെ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അമ്മ മാതാവേ നീ തന്നെ ഇതിന് തുണയാകണമെന്നും പറഞ്ഞ് കരിഞ്ഞു വിളിച്ച് അപേക്ഷിച്ചു. അമ്മ മാതാവ് പലരുടെയും രൂപത്തിൽ എൻ്റെ കയ്യിൽ അവിടെ ബില്ല് എത്ര രൂപയായോ അതിനേക്കാൾ ഇരട്ടി എൻ്റെ കയ്യിൽ പൈസ കൊണ്ടെത്തിച്ചു. ഞാൻ കൊണ്ടുപോയത് വെറും 5,000 രൂപയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ ബില്ലടച്ച് ഞങ്ങൾക്ക് 2 മാസത്തെ വാടക പെൻഡിങ് വന്നു. ആ പൈസ വരെ എൻ്റെ അമ്മ എനിക്ക് ഒതുക്കി തന്നു. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ വലിയ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ തന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ആവാൻ പോണതിൻ്റെ തലേ ദിവസം രാത്രി ഒരു അക്രൈസ്തവരായിട്ടുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. അവരുടെ അമ്മ കൈ തളർന്ന് സ്ട്രോക്ക് വന്ന് ICUവിൽ 3 ദിവസം വച്ചേക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചയായി അമ്മയെ കൊണ്ടുവന്നിട്ട് ഇതുവരെ അമ്മ കണ്ണ് തുറക്കുന്നില്ല എന്ന്. അപ്പം എനിക്ക് തോന്നി, ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന്. എന്നിട്ട് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് നോക്കിയപ്പോൾ അവർ റൂം അടച്ചിട്ടേക്കായിരുന്നു, രാത്രിയായി. അപ്പം ഞാൻ തിരിച്ച് വന്നപ്പോൾ അങ്കിള് പറഞ്ഞു, അത് ആ മോള് തിരക്കി വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങളെ തിരക്കി റൂമിലോട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഞാൻ വരാമെന്ന്. അവരെന്നെ തിരക്കി വന്ന സമയം കൊണ്ട് അമ്മ മാതാവ് അവിടെ പോയി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരാഴ്ച കണ്ണ് തുറക്കാതെ കിടന്ന അമ്മ ആ സമയത്ത് കണ്ണ് തുറന്നു. സ്ട്രോക്ക് വന്ന് തളർന്നു പോയ അമ്മയായിരുന്നു. അവർ കണ്ണ് തുറന്ന് അവരെ നോക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വന്ന് അവർ പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ കലക്കി അവരുടെ ശിരസ് മുതൽ പാദം വരെ കഴുകി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് കൃപാസന മാതാവിനെ അറിയാവോ? അപ്പം അമ്മ പറഞ്ഞു, എനിക്കറിയാം മോളെ, ഞാൻ പ്രാർത്ഥന കാണാറുണ്ട്. എന്നോട് അമ്മ അപ്പം സംസാരിച്ചത് അതാണ്. ഒരാഴ്ച കണ്ണ് തുറക്കാതെ വയ്യാതെ കിടന്ന ഒരു അമ്മയായിരുന്നു അത്. അങ്ങനെ അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആവിയതിൻ്റെ പിറ്റേ ദിവസം അവരും ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ വിട്ടുപോയി. പിന്നെ ഉള്ളത്, എനിക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു, ഷുഗർ പേഷ്യൻ്റാണ്, നട്ടെല്ലിന് തേയ്മാനമുണ്ടായിരുന്നു, ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അങ്ങനെ ഒത്തിരിയേറെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിനും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിനി ഈ ബെൽറ്റും വേണ്ട, ഷുഗറിൻ്റെ മരുന്നും കഴിക്കൂല, ഹാർട്ടിൻ്റെ ഗുളികയും കഴിക്കൂല. ഇവിടെ നിന്ന് വന്ന് പോയതിന് ശേഷം ഇതുവരെ ആ ടാബ്ലറ്റ് ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. എന്ത് വന്നാലും ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ്. ചില സമയത്ത് നെഞ്ചുവേദന ഇങ്ങനെ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഒരു മരുന്ന് ഞാൻ തൊടത്തില്ല, എനിക്ക് ഉടമ്പടി തൈലം മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ വേദന എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉടമ്പടി തൈലം വഴി ഉപ്പും വഴി എനിക്ക് ഒരുപാട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം, ഞങ്ങൾ ഇപ്പം ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള പത്രം വന്ന് വാങ്ങിച്ച് ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും ആഹാരമില്ലാതെ അലയുന്ന അനേകം മക്കളുണ്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന വയസ്സായ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ദിവസേന കുർബാനയ്ക്ക് പോകാറുണ്ട്, കുർബാന മുടക്കാറില്ല, എല്ലാ മാസവും കുമ്പസാരിക്കാറുമുണ്ട്. പിന്നെ ബൈബിള് അരമണിക്കൂർ എല്ലാ ദിവസവും ഞാൻ വായിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാറില്ല. ഉടമ്പടി ധ്യാനവും കൂടും, ഇവിടെ വന്ന് കൂടാൻ പറ്റിയ ഇവിടെ വന്ന് ധ്യാനവും കൂടാറുണ്ട്. അങ്ങനെ ഇപ്പം 18 വർഷമായിട്ട് മദ്യപിച്ചിരുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റി എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ വഴി നടത്തി അനുഗ്രഹിച്ചു.
ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ച ഓരോ വ്യക്തി ഹൃദയത്തിൽ നിന്നാണ് നന്ദിയുടെ ഓരോ വചനങ്ങൾ ഈശോയോടും അമ്മയോടും പറയുന്നത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ കണ്ടപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് പരിശുദ്ധ അമ്മ മാഗ്നിഫിക്കാറ്റ് ചൊല്ലിയത്, സ്തുതിഗീതം പാടിയത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറക്കാതെ ദൈവത്തോട് നന്ദി പറയാനായിട്ടാണ് ഓരോ സാക്ഷി മക്കളും ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. ഉടമ്പടി ജീവിതം നമ്മൾ ഓരോരുത്തരെ നയിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനും അവിടുത്തെ സാക്ഷ്യപ്പെടുത്താനുമാണ്. ഈ മകളിന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയതും അതുതന്നെയാണ്. സോണി സേവ്യർ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്, ഈ മകൾക്ക് നട്ടലിൻ്റെ വേദനയിൽ നിന്ന് വളരെ നല്ലൊരു രോഗസൗഖ്യമാണ് ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. ബെൽറ്റ് ഉപയോഗിക്കുമായിരുന്നു. ആളൊരു ഷുഗർ പേഷ്യൻ്റാണ്. എല്ലാ മരുന്നും ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ അത് ഉടമ്പടി എടുത്തപ്പോൾ ഉപേക്ഷിച്ചിട്ട് ഈശോയുടെയും അമ്മയിലും പൂർണ്ണ വിശ്വാസം വെച്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും രോഗാവസ്ഥ വന്നാലും ഉപ്പും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ജീവിത പങ്കാളിയുടെ ഒരു വലിയൊരു കാര്യമാണ്, ഒരു വലിയ സാക്ഷ്യമാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസരം വന്നാൽ പിന്നെ ഒരു സാധ്യതയേ ഉള്ളൂ, ദൈവം നമ്മളെ കണ്ടുപിടിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29:14 ഇങ്ങനെയാണ് ചെല്ലുന്നത്: നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നാണ്. നാം ദൈവത്തെ കണ്ടെത്താനാണെങ്കിൽ ദൈവം ഓരോ വഴികളും നമ്മളെ കണ്ടെത്താനായിട്ട് ദൈവം നമ്മളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഓരോ മക്കളും, പ്രത്യേകിച്ചും ഉടമ്പടി മക്കളുടെ കുടുംബങ്ങൾ, ഓരോ വ്യക്തികളും ദൈവത്തിന് നഷ്ടപ്പെടാത്ത ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മക്കളാണ് ഉടമ്പടി മക്കൾ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കണ്ടെത്തുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ മകനും അതുപോലെ തന്നെ പല പ്രാവശ്യവും ഈ മകൾ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഒരു ആക്സിഡൻ്റ് ആവുകയും പിന്നെ പെട്ടെന്ന് ഈശോയെ അമ്മയിലേക്കും അടുക്കുകയായിരുന്നു ഈ മകന്. 18 വർഷം ഉണ്ടായിരുന്ന മദ്യപാനത്തിൽ നിന്നാണ് ഈശോയും അമ്മയും വിടുതൽ നൽകിയത്. നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഈ മകൻ ഇന്ന് ഈശോയെ സാക്ഷ്യപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ആദ്യമൊന്നും ഒട്ടും ഈ മകളുടെ കൂടെ ഉടമ്പടി എടുത്തതിന് ശേഷവും അധികമൊന്നും വിശ്വാസമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഈശോ ഒന്ന് തൊട്ടപ്പോഴേ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ മകൻ അതിൻ്റെ ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് കുടുംബം മുന്നോട്ട് വരികയും ഇവരുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ. പിന്നെ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആദ്യമായി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അമ്മയുടെ രൂപമാണ് ആ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിന് ഇവർക്കൊരു വലിയൊരു സാന്നിധ്യമായിരുന്നു. പിന്നെയാണ് സുഗന്ധദ്രവ്യം. ഈശോയുടെ അമ്മയുടെ നമ്മൾ സാന്നിധ്യം ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉടമ്പടി എടുത്ത 3 മാസം ചില സമയത്ത് നമുക്ക് ഒരു അന്ധകാരമായിരിക്കാം. പക്ഷെങ്കിൽ അമ്മ കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യമാണ് ഈ സുഗന്ധാഭിഷേകം. അങ്ങനെയും ഈ മകളോട് അമ്മ പറയുകയായിരുന്നു, ഞാൻ കൂടെയുണ്ട്, പേടിക്കേണ്ട മോളേന്ന്. അങ്ങനെയാണ് സുഗന്ധാഭിഷേകം ഈ മകൾക്ക് അനുഭവപ്പെട്ടത്. എന്നെ ആ മകൾ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്, എന്തിനാ അമ്മ എന്നെ കൊണ്ടുവന്നത്? എൻ്റെ സങ്കടം കാണുന്നില്ലേ? ഒരു സ്വന്തം മകൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഈ മകൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന അമ്മ എങ്ങനെ കേൾക്കാതിരിക്കും? അങ്ങനെയാണ് ഇവിടെ ഓരോ പ്രാർത്ഥനകളും അമ്മ കേൾക്കുകയായിരുന്നു. അവരുടെ ആക്സിഡൻ്റ് സമയത്തും വലിയൊരു ബില്ല് വന്നെങ്കിലും ആരോ എവിടെ നിന്നോ എങ്ങനെയോ ആ ബില്ലെല്ലാം അടയ്ക്കാൻ സാധിച്ചു. അതാണ് ഉടമ്പടി അമ്മ, സഞ്ചാരി മാതാവ്. നമുക്ക് തന്നെ അറിയാൻ മേലാത്ത വഴികൾ, നമ്മൾ അറിയാത്ത വ്യക്തികളിൽ കൂടിയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത്.
ഇത് നമുക്കൊരു വലിയൊരു അത്ഭുതം, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. പക്ഷേ അതിനപ്പുറം ഒരു അത്ഭുതമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമുക്ക് തന്നെ മനസ്സിലാവില്ല എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന്. ഇതാണ് നമ്മുടെ സഞ്ചാരി മാതാവ് കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കരങ്ങൾ പിടിച്ച് തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കഷ്ടതയിൽ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാനാവും? ഇത്രയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈപിടിച്ച് നടക്കുന്ന ഒരമ്മയും ഒരു ഈശോയും ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ നാമം പ്രകീർത്തിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാതാവിൻ്റെ പുണ്യസ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ നൽകിയ എൻ്റെ കൃപാസന മാതാവിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം. ഇപ്പോൾ ഞാൻ ലീവിൽ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. 2021/12/2023 ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും തീവ്രമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകുവാനും അവിടെ ഓഗസ്റ്റ് 1 മുതൽ രജിസ്റ്റേർഡ് നേഴ്സായി തന്നെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകുകയുണ്ടായി. 2002 ജനറൽ നേഴ്സിംഗ് പാസ്സായി. അന്ന് മുതൽ ഞാൻ അബ്രോഡ് പോകാനുള്ള എൻ്റെ ആഗ്രഹത്തിന് ഫലമായി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുമായിരുന്നു. എനിക്കത് ലഭിക്കുകയുണ്ടായില്ല. ഞാൻ ഒരുപാട് സാമ്പത്തികമായി ഞാൻ ക്ഷയിച്ചു പോയ ഒരു നിമിഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജൻസികളിൽ പൈസ കൊടുത്ത് ഞാൻ കബളിപ്പിക്കപ്പെട്ട ദിവസങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2019 കൊറോണ സമയത്ത് എൻ്റെ പ്രൈവറ്റ് ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അതുമൂലമായി ഞാൻ ഒത്തിരി ഞെരുക്കങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേക്കൻസി ഉള്ളതായി കാണുകയും അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് അത് ഒരുപാട് പ്രോസസ്സിങ് എനിക്ക് നീണ്ടി പോയി. എനിക്ക് അവിടെ ചെന്ന് എക്സാം എഴുതണം ഉള്ള റൂൾ ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ എക്സാം എഴുതണം. അവിടെ ചെന്ന് പാസ്സായാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് വിസ അടിച്ച് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ 2019 തൊട്ട് 2023 വരെയും എൻ്റെ പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് എനിക്കിനി സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഏജ് ലിമിറ്റായി. എല്ലാ കൺട്രിയിലും എൻ്റെ ഏജ് ലിമിറ്റ് ഓവറായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം. ഇവിടെ നിന്നാൽ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് ഞാൻ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഞാൻ പൈസ കൊടുക്കുകയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത സമയമായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി നഷ്ടപ്പെടുകയും പിള്ളേരെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അപ്പോഴൊന്നും ഞാൻ മാതാവിനെ അറിഞ്ഞിരുന്നില്ല. 2023 ഞാൻ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യം കേൾക്കുമായിരുന്നു. കേട്ടിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇനി ജോലി വേണമെങ്കിൽ, നാട്ടിലായാലും വിദേശത്തായാലും ജോലി വേണമെങ്കിൽ ഇനി കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വരാം എന്ന് പറഞ്ഞാണ് ഞാൻ 2023 21-ാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേർന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഈ പ്രോസസ്സിങ് തടഞ്ഞു നിന്നത് ഒരു 3 മാസം. ഞാൻ ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ലെക്ചറായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുകയും ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കോൾ വരികയും എൻ്റെ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതിയെന്നോ എങ്ങനെ ഞാൻ പാസ്സായെന്നോ എനിക്ക് ഇതുവരെയും അറിയത്തില്ല. എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ മാതാവ് എക്സാം പാസ്സാകുകയും 6 മാസത്തിനകം തന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. മാതാവ് അത് കഴിഞ്ഞ് ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഒരു ഇന്ത്യൻസും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഒരുപാട് ഞാൻ അവിടെ തരണം ചെയ്തെന്നാലും അതിൻ്റെ ഇടയിലെല്ലാം മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം ദൈവം മാതാവ് എന്നെ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകളിൽ അവിടെ നിന്ന് എല്ലാം മാതാവ് നടത്തി തന്നു. 1 വർഷത്തെ സേവനം അനുഷ്ഠിച്ച ശേഷം ഞാൻ
ഇന്ത്യൻസ് ഉള്ളിടത്തോട്ട് എനിക്ക് അവിടെ ചർച്ചിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ചു, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ട് മാത്രമേ വരാവൂ മാതാവേ, എനിക്ക് വേറെ ഇൻ്റർവ്യൂ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനെല്ലാം ട്രൈ ചെയ്തു, എനിക്ക് ലഭിച്ചില്ല. ഞാൻ നാട്ടിൽ വന്നു. 23-ാം തീയതി എനിക്ക് തിരിച്ചു പോകണം. അതിന് മുമ്പായിട്ട് 22-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നു, മാതാവ് തന്നു. മാതാവിന് ഒത്തിരി നന്ദിയുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കാശ് രൂപം വെച്ച് കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിന് മൂലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കുകയും എൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്കിനി എല്ലാം അവിടുത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറും എല്ലാം നൽകുകയും മാതാവ് നൽകുകയാണ് ചെയ്തത്. എനിക്കിനി ഇന്ത്യൻസ് ഉള്ള സ്ഥലവും കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ലഭിക്കുകയും ഇനി ഈ മാസം തന്നെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കുകയും ചെയ്തു. ക്രിട്ടിക്കൽ സ്കിൽ വിസ 4 വർഷം കഴിഞ്ഞ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ VFS ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. 4 വർഷം അവിടെ ജോലി ചെയ്യണം. പക്ഷേ എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം, ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പോലും കാശ് രൂപം പിടിച്ച് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് 3-ാം തീയതി ഞാൻ ഒക്ടോബർ 3-ാം തീയതി ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോവുകയും അതിൻ്റെ ഫലമായി എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് PR കിട്ടാനുള്ള ഒരു അവസരം എനിക്ക് തരണമേ എന്ന്. അതിൻ്റെ മൂലമായി എനിക്ക് എന്ത് ചെയ്തു, മാതാവ് എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ 3-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 4-ാം തീയതി എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ അടിച്ചു വരികയും ഇനി 3 മാസത്തിന് ശേഷം ഞാൻ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പിനുള്ള വിസയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നിട്ട് സാലറി കിട്ടുമ്പോഴെല്ലാം എന്നെ കൊണ്ടാവുന്ന കാരുണ്യ പ്രവൃത്തികൾ എല്ലാവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് രണ്ടാമത് അവിടെ പോകാൻ നേരത്ത് എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ പത്രം ഞാൻ ഇംഗ്ലീഷ് പത്രമാക്കി വാങ്ങുകയും അതുകൊണ്ട് അവിടെ വിതരണം ചെയ്യും. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഓയിലും കൊന്തയും എല്ലാം കൊണ്ടുപോകാനുള്ള ഇത് പറഞ്ഞു വിടുകയും ചെയ്തു. അതുമൂലം എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ അതിരുകളില്ല, അത്രയ്ക്കും എനിക്ക് ഉള്ള അനുഗ്രഹം എൻ്റെ കൃപാസന മാതാവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാശുരൂപവും കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോയാൽ തന്നെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് മാതാവ് നൽകുന്നുണ്ട്. ഒരിക്കലും എനിക്ക് ഒരു കുറവും ഇതുവരെയും മാതാവിൻ്റെ പ്രാർത്ഥിച്ച ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഇതുവരെയും എനിക്ക് ഒരു കുറവും മാതാവ് വരുത്തിയിട്ടില്ല. അതുതന്നെയാണ് വലിയ അനുഗ്രഹം. ഞാൻ 2002 തൊട്ട് 2023 വരെയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ പഠിച്ച ജോലിക്കുള്ള യഥാർത്ഥത്തിലുള്ള ജോലി എനിക്ക് ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മാതാവ് 45 വയസ്സായപ്പോഴാണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം എൻ്റെ കൃപാസന മാതാവ് വഴി എനിക്ക് ലഭിച്ചത്. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും. അത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിൽ ഒട്ടും മാതാവിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും കൃപാസനത്തിൽ വരണമെന്നോ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നോ 2023 വരെയും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്ത്യാനി, സീറോ മലബാർ സഭയിൽ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് പോലും ഞാൻ കൃപാസന മാതാവിന് വരുമ്പോൾ അവിടെ എന്താ നടക്കണത് എനിക്കറിയത്തില്ല, നമ്മൾ മാതാവിനെ വിളിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് എൻ്റെ കുടുംബം ഇതായത്. ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ 10 വർഷമായിട്ടും എൻ്റെ വീടിൻ്റെ ഒരു നില മാത്രമേ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ പണി പോലും നടന്നില്ല. ഞാൻ പോയി 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ലോണ് കിട്ടുകയും എനിക്ക് 2ാമത്തെ നില വാർത്ത് അവിടെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതൊക്കെ ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കില്ല, ഇനി എനിക്ക് ഒരു ജീവിതമില്ല, എനിക്ക് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനുള്ള വിധിയാണ് എനിക്കുള്ളത്. എൻ്റെ ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞു. ഏജ് ഓവറാവാത്ത സമയത്ത് എനിക്ക് എല്ലാവരും ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് ഇനി കിട്ടില്ല എന്ന് വിശ്വസിച്ച് ഞാൻ പ്രൈവറ്റ് ജോലിക്ക് കയറിയ ശേഷമാണ് മാതാവ് എനിക്ക് ഈ അവസരം സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള അവസരം എനിക്ക് തന്നത്. അതുകൊണ്ട് എല്ലാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഞാൻ എല്ലാ വർഷവും വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ
ഇതോടകം വാഗ്ദാനം ചെയ്യുന്നു. ഈശോയെ നന്ദി. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിലെന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ദൈവം നമ്മെ വിശ്വസിക്കുന്ന, ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഹോസിയ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത്. എത്രമാത്രം വലിയ ആഴമായ സ്നേഹമാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നതും നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നതുമെന്ന് അന്നമ്മയുടെ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഫേസ്ബുക്കിൻ്റെ സന്ദേശത്തിലൂടെയാണ്, മെസ്സേജിലൂടെ അല്ലെങ്കിൽ സാക്ഷ്യത്തിലൂടെയാണ് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. ഈശോയോട് മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും അന്നമ്മ എന്ന സഹോദരി കേട്ട് അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തകർന്നടിഞ്ഞ ഹൃദയത്തോടു കൂടി വന്ന്, വലിയ ജീവിതഭാരത്തോടു കൂടി വന്നാണ് ഇവിടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് ഒരു ലെക്ചററായി ജോലി നൽകി. ഉടനെ സൗത്ത് ആഫ്രിക്കൻ പ്രോസസ്സ് എല്ലാം ശരിയായി. ഇന്ന് ഈ മകൾ നിൽക്കുന്നത് അൾത്താരയിൽ 1 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം, വലിയൊരു ആഗ്രഹം കൂടി സാധിച്ചതിന് ശേഷമാണ്. സൗത്ത് ആഫ്രിക്കയിൽ എത്തിയതിന് ശേഷം കത്തോലിക്ക പള്ളികൾ ഇല്ലാത്തതിൻ്റെ സങ്കടം, അതുപോലെ നമ്മുടെ ഇന്ത്യൻസ് ഇല്ലാത്തതിൻ്റെ സങ്കടം എല്ലാം അമ്മയോട് ഇവിടെ വന്ന് വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ മകൾക്ക് കിട്ടിയിരിക്കുന്നത് ക്രിട്ടിക്കൽ സ്കിൽ വിസയും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പും എല്ലാം സാധ്യതകളുടെ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് അന്നമ്മ എന്ന സഹോദരി അൾത്താരയിൽ വന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. മകൾ വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നത്, ഞാനൊരു വട്ടപൂജ്യമായി, എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി, ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെ എല്ലാ തരത്തിലും 0 ആയി നിൽക്കുമ്പോഴാണ് അസാധ്യതകളിൽ കൃപ നിറഞ്ഞ ഒരു വലിയ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മകൾ അൾത്താരയിൽ നിന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം ഏറ്റുപറയുന്നത്. നമ്മുടെ ഏതെല്ലാം ജീവിതാവസ്ഥകൾ നാം തകർന്നു പോയാലും പരിശുദ്ധ അമ്മ ഈശോയോട് ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ അമ്മ നമ്മെ കൈവിടുകയില്ല. നമുക്കെപ്പോഴും സാധ്യതകൾ തുറന്നു കിട്ടുന്ന, നമുക്കെപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ ലഭിക്കുന്ന വലിയൊരു അവസരമായി, നമ്മുടെ ഈശോയുമായുള്ള വിശ്വാസത്തെയും വിശ്വസ്തതയെയും ഏറ്റുപറയാൻ ലഭിക്കുന്ന ഒരവസരമായി ഇന്ന് കൃപാസനം മാറിയിരിക്കുകയാണ്. ഈ സഹോദരിക്കും അത് തന്നെയാണ് ഏറ്റുപറയാനുള്ളത്. നമ്മുടെ ഏത് ജീവിത സാഹചര്യമായിരുന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടാതെ കൂടെ നടന്ന് നമ്മെ ചേർത്ത് പിടിച്ച് കരുണയുടെ ഒരു വലിയ കരുതലിൻ്റെ അനുഭവം നമുക്ക് നൽകുന്ന സാക്ഷ്യമാണിത്. എപ്പോഴും സാമീപ്യവും സ്നേഹവും നൽകി നയിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടി നൽകി അന്നമ്മയുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.